Good morning. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ സ്റ്റാർട്ട് ചെയ്തേ. എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? Safety and traffic swinging doors വരെ. Okay, സേഫ്റ്റി ട്രാഫിക് അല്ലെ, സ്വിമ്മിംഗ് ഡോർസ്. ഓക്കെ, അവിടെ വരെയും ക്ലിയർ ആണോ? മിസ് പറയണോ അത്? സ്വിമ്മിംഗ് ഡോർസ് വരെയുള്ള കാര്യങ്ങള് ക്ലിയർ ആണോ? സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ട്രാഫിക് അല്ലെങ്കിൽ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റിയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. വീൽ ബ്രേക്സിന്റെ കാര്യം പറഞ്ഞിരുന്നു, സേഫ്റ്റി ബെൽറ്റുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു, കാർട്ട്, സ്റ്റീൽ ചെയർസ്, സ്ട്രക്ചർ മുതലായവ വളരെ സ്ലോ ആയിട്ട് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ എന്താണ്, ഒരു റാമ്പിലൂടെ അവരെ ഇറക്കുമ്പോഴും കയറ്റുമ്പോഴും ലോവർ സൈഡിൽ നിന്നുമായിരിക്കണം അവരെ കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. സ്വിംഗിംഗ് ഡോർസ് ഓട്ടോമാറ്റിക്കലി തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഡോറിലൂടെയാണ് ഈ പറയുന്ന വെഹിക്കിൾസ്, വീൽ ചെയർ ആയിക്കോട്ടെ, സ്ട്രക്ചർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളും കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞു. മറ്റുള്ള വാഹനങ്ങളിലൂടെ കടന്നു പോവാതെ ഇരിക്കുക. ഇത്രയും ക്ലിയർ ആണല്ലോ? ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ നമ്മള് നെക്സ്റ്റിലേക്ക് പോവാണ്. ഇവ എലിവേറ്റർ. എലിവേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലിഫ്റ്റുകൾ അല്ലെ, ഹോസ്പിറ്റലുള്ള ലിഫ്റ്റുകൾ. ബിഫോർ എൻറ്ററിംഗ് ഓർ ലീവിംഗ് എൻ എലിവേറ്റർ വിത്ത് എ വീൽ ചെയർ ഓർ സ്ട്രക്ചർ, മേക്ക് ഷുവർ ദാറ്റ് ഫ്ലോർ ഈസ് അറ്റ് ലെവൽ. The wheelchair is always back first. എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മുടെ എലിവേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ലിഫ്റ്റിലേക്ക് കയറുമ്പോ ഈ ഒരു വീൽ ചെയറോ സ്ട്രക്ചറോ ഒക്കെ നമുക്ക് എലിവേറ്ററിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലിഫ്റ്റിലേക്ക് കയറ്റണം എന്ന് വിചാരിക്കാം. അപ്പൊ എപ്പോഴും നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, ഫ്ലോർ ഈസ് അറ്റ് ദ ലെവൽ. ഈ ഒരു ലെവല്, അതായത് ആ ഒരു ലിഫ്റ്റിന്റെയും നമ്മുടെ ഫ്ലോറിന്റെയും ആ ഒരു നിരപ്പ് എന്ന് പറയുന്നത് സെയിം ആണോ എന്ന് നോക്കണം അല്ലെ. ചിലപ്പോൾ ലിഫ്റ്റ് താന്നിരിക്കാം അല്ലെങ്കിൽ പൊങ്ങിയിരിക്കാം. അപ്പൊ ആ ഒരു ലെവല് ഒരുപോലെയാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ വീൽ ചെയറോ സ്ട്രക്ചറോ അതിലേക്ക് കയറ്റാൻ പാടുള്ളൂ. ആൻഡ് ദ വീൽ ചെയർ ഈസ് ഓൾവേസ് ബാക്ക് ഫസ്റ്റ്. വീൽ ചെയറിന്റെ എപ്പോഴും ഏത് വശമാണ് ആദ്യം കയറ്റേണ്ടത്? ബാക്ക് സൈഡ്. നമ്മൾ പിടിക്കുന്ന വശം അല്ലെ, അതല്ല ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ആ ഒരു വശമായിരിക്കണം ആദ്യം ആ ഒരു ലിഫ്റ്റിനുള്ളിലേക്ക് കയറ്റാനായിട്ട്. അപ്പോ എലിവേറ്ററുമായി ബന്ധപ്പെട്ട്, ലിഫ്റ്റ് സൗകര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് എങ്ങനെയാ? ആ ഒരു എലിവേറ്ററിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലിഫ്റ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴും അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും 2 പ്രാവശ്യം നോക്കണം അല്ലെ. അതിലേക്ക് കയറുമ്പോഴും ഇറങ്ങുന്ന സമയത്തും വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചർ പുറത്തേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ കയറ്റുന്ന സമയത്ത് ആ ഒരു ഫ്ലോറിന്റെ ലെവൽ ഒരുപോലെയാണോ ആ ലിഫ്റ്റിന്റെയും, അതുപോലെ നമ്മുടെ ആ ഒരു ഫ്ലോറിന്റെയും ലെവല് സെയിം ആണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ കയറാനും ഇറങ്ങാനും പാടുള്ളൂ. ദെൻ വീൽ ചെയർ ആണ് അവിടേക്ക് കയറ്റുന്നതെങ്കിൽ അതിന്റെ ബാക്ക് സൈഡ് ആയിരിക്കണം എടുത്ത് ഫസ്റ്റ് വെക്കേണ്ടത്. ക്ലിയർ ആണോ എലിവേറ്റർ? ഓക്കെ ആണോ? ദെൻ അടുത്തതാണ് ട്രാൻസ്പോർട്ടിംഗ്. ട്രാൻസ്പോർട്ടിംഗ് എന്താണ്? ട്രാൻസ്പോർട്ട് പേഷ്യൻസ് ഫീറ്റ് ഫസ്റ്റ് ഹാവ് ആൻ അസിസ്റ്റന്റ് ഗൈഡ് അറ്റ് ഫ്രണ്ട്. അപ്പൊ ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു വീൽ ചെയറിലോ അല്ലെങ്കിൽ സ്ട്രക്ചറിലോ ഒക്കെ കൊണ്ടുപോകുന്ന ആള് കുറച്ചും കൂടി മനസ്സിലാവും. സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്ന ആളുടെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഏത് സ്ഥലത്ത് നിന്നാ? എവിടെ വെച്ചാൽ നമ്മൾ അത് പുഷ് ചെയ്ത് കൊടുക്കുന്നേ? അവരുടെ ഹെഡിന്റെ ഭാഗത്തല്ലേ അല്ലെ, അവരുടെ തല ഇരിക്കുന്ന ഭാഗത്തല്ലേ, ബാക്ക് സൈഡില് അവരുടെ ബാക്ക് ഹെഡിന്റെ ഭാഗത്ത് നിന്നല്ലേ. അപ്പൊ അവരുടെ ആദ്യം ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം ഏതാണ്? നമ്മൾ കൊണ്ടുവരുമ്പോ ആ ഒരു പേഷ്യന്റിന്റെ ബോഡിയുടെ ആദ്യം ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം കാലിന്റെ വശമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആയിരിക്കണം ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതെന്നാ ഉദ്ദേശിക്കുന്നത്. പേഷ്യൻസിന്റെ ഫീറ്റ് അല്ലെങ്കിൽ അവരുടെ കാലിന്റെ ആ ഒരു വശം ആദ്യം ഫസ്റ്റ് മുന്നിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം ആ ഒരു പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അതിനാണ് അസിസ്റ്റന്റ് ഗൈഡ് ഫ്രണ്ട് കൃത്യമായിട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കാനായിട്ട് ആ ഒരു സ്ട്രക്ചർ ഒക്കെ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുട്ടാലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗൈഡോ ആരെങ്കിലും ഫ്രണ്ടിൽ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. അടുത്തതാണ് പാർക്കിംഗ്.
പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളത് പാർക്ക് ദ വീൽ ചെയർ ഓർ സ്ട്രക്ചർ ഔട്ട് ഓഫ് ദ വേ ഓഫ് ട്രാഫിക് അറ്റ് വൺ സൈഡ് ഓഫ് ദ കോറിഡോർ. നമ്മുടെ ആ ഒരു പ്രധാന ഇടനാഴിൽ അല്ലെങ്കിൽ ആ ഒരു കോറിഡോറിലേക്ക് സൈഡിലായിട്ട്, അതായത് ട്രാഫിക് ഒരുപാട് തിരക്കുകളുള്ള ഏരിയ അല്ല. നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ ചെന്നാൽ കണ്ടിട്ടില്ലേ, ഇപ്പൊ കാഷ്വാലിറ്റിയുടെ അവിടെ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഡോറിന്റെ അവിടെയൊക്കെ ഒരു സൈഡിലായിട്ട് ഈ പറയുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ വീൽ ചെയറുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു സൈഡിലായിട്ട് നടുക്കൊന്നും അല്ല, അവർക്കിടെ ആ ഒരു നടക്കുന്ന ആ ഒരു തിരക്കുള്ള ഭാഗത്ത് നിന്ന് ഒഴിച്ചു മാറ്റി അല്ലെ, ഒഴിച്ചു മാറ്റി ആ ഒരു സൈഡിലായിട്ട് ആ ഒരു ട്രാഫിക് അല്ലെങ്കിൽ ആ ഒരു നടന്നു പോകുന്ന വഴിയിൽ നിന്നോ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു ഇരുന്നായിട്ട് സൈഡിലായിട്ട് വീൽ ചെയറോ സ്ട്രക്ചറോ എന്ത് ചെയ്യുക, പാർക്ക് ചെയ്യുക എന്നും പറയുന്നു. ക്ലിയർ ആണോ? ട്രാൻസ്പോർട്ടിങ്ങും പാർക്കിങ്ങും ക്ലിയർ ആണോ? ഇനി എന്ത് പറയണോ? ഓക്കെ ആണോ? അടുത്തതിലേക്ക് പോട്ടെ. നെക്സ്റ്റ് സേഫ്റ്റി ലിൻസ് ട്രിപ്സ് ആൻഡ് ഫോൾസ്. അതായത് ഇപ്പൊ ഹോസ്പിറ്റലില് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോ തട്ടി വീഴാം അല്ലെങ്കിൽ തള്ളി വീഴാം അല്ലെ, അങ്ങനെയുള്ള താഴെ വീഴാവുന്ന കുറെ സംഭവങ്ങളുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സേഫ്റ്റീസ് ഹോസ്പിറ്റലിൽ നമുക്ക് ഉറപ്പുവരുത്താം, അതാണ് സേഫ്റ്റി അഗൈൻസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫോൾസിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തത് gather up the little things on floor like banana peelings, flower petals, പെൻസിൽസ്, ബ്രോക്കൺ ഗ്ലാസ് എക്സെട്ര. നമുക്കറിയാം പഴത്തൊലിയൊക്കെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ വേഗം തെന്നി വീഴും അല്ലെ, തെന്നി വീഴാറില്ലേ? ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഇതുപോലെ ബനാന പീലിങ്സ് അല്ലെങ്കിൽ പഴത്തൊലികൾ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ഫ്ലവറിന്റെ പെറ്റൽസ് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ പെൻസിലുകളോ ബ്രോക്കൺ ഗ്ലാസ് പൊട്ടിയ ഗ്ലാസിന്റെ ചില്ലുകളോ മുതലായ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ തെന്നി വീഴാനും തട്ടി വീഴാനും ഒക്കെ സാധ്യതയുള്ളതായതുകൊണ്ട് അതൊക്കെ എന്ത് ചെയ്യുക, gather up the little things, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടാൽ അതൊക്കെ കളക്ട് ചെയ്ത് മാറ്റുക. അപ്പൊ അതൊരു സേഫ്റ്റിയാണ്. അപ്പൊ അവിടെ അങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ നമ്മൾ തെന്നി വീഴാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് അതൊക്കെ കളക്ട് ചെയ്ത് മാറ്റുക. രണ്ടാമത് clean liquid spill instantly block off the area until it is cleaned. ഇനി എന്താ, ഇപ്പൊ വല്ല ഓയിൽ, ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ അത് തെന്നി താഴെ വീഴാം അല്ലെ, തെന്നി വീഴാൻ പറ്റില്ലേ, തെന്നി വീഴില്ലേ? അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങള് കണ്ടാൽ ആ ഒരു ഏരിയ എന്ത് ചെയ്യണം, ഉടനെ ബ്ലോക്ക് ചെയ്യണം. ആ ഒരു ഏരിയയിലേക്ക് പിന്നെ ആരും കടത്തിവിടാൻ പാടില്ല. കാരണം കടത്തിവിട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് അറിയുന്നില്ല ഇങ്ങനെ വെള്ളം കിടപ്പുണ്ട് അല്ലെങ്കിൽ ഓയിൽ വീട് കിടപ്പുണ്ട് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവർ തെന്നി വീഴാം, പോകുന്നവരൊക്കെ തെന്നി വീഴാം അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഏരിയ ഉടനെ തന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആ യൂണിറ്റ് എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്ത് മാറ്റുന്നത് വരെ ആ ഒരു ഏരിയയിലേക്ക് മറ്റാരെയും കടത്തിവിടാതിരിക്കുക. മൂന്നാമത്തത് keep drawers and cabinet door closed, especially doors of wall overhead mounted cabinets. അതായത് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കിച്ചണിലൊക്കെ തലയുടെ മുകളില് നമുക്ക് എത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ കബോർഡുകൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യാറില്ലേ, വീടുകളിലും ഉണ്ട്. ഇതുപോലെ ഹോസ്പിറ്റലിലും കണ്ടു കാണുമല്ലോ നിങ്ങള്. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തലയിലും ഉയരത്തിലായിട്ട് നമ്മുടെ തലയുടെ ആ ഒരു ഉയരത്തിലായി പൊക്കത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കബോർഡ് ക്യാബിനറ്റ്സ് ഒക്കെ വെക്കാറുണ്ട്, ഡ്രോയേഴ്സ് ഒക്കെ വെക്കാറുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഡോർ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, ക്ലോസ്ഡ് ആയിരിക്കണം, അടഞ്ഞിരിക്കണം. തുറന്നിരുത്താൻ എന്താ പറ്റുന്നത്, തുറന്നിരുത്താൻ എന്ത് പറ്റും, ആ ഒരു ഭിത്തിയിൽ അങ്ങനെ മൗണ്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഭിത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു വാൾസ് അല്ലെങ്കിൽ ആ ഒരു ബിഗ് ക്യാബിനറ്റ്സിന്റെയോ ഡ്രോയേഴ്സോ ഒക്കെ തുറന്നിരുന്നാൽ എന്താ പറ്റുക, ഒന്നും പറ്റൂലേ? നമ്മുടെ തലയ്ക്ക് മുകളിലല്ലേ, തല അതിൽ തട്ടും അല്ലെ, തല തട്ടിയാൽ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പരിക്കുകൾ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് പെട്ടെന്ന് കാണാണ്ടൊക്കെ ഒന്നും തട്ടുമ്പോ അല്ലെ. അപ്പൊ അതിങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ താഴെ വീഴാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അതിന്റെ ഡോർസ് എപ്പോഴും എങ്ങനെയായിരിക്കണം, ക്ലോസ്ഡ് ആക്കിയായിരിക്കണം വെക്കേണ്ടത്. ദെൻ അടുത്തത് ബിവെയർ ഓഫ് ഇലക്ട്രിക് കോഴ്സ്. ഈ ഇലക്ട്രിക് വയറുകൾ കിടക്കുന്നുണ്ടാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലും ഒക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇലക്ട്രിക് വയറുകൾ കിടക്കാണെങ്കിൽ അത് തട്ടി താഴെ വീഴാനുള്ള ചാൻസ് കൂടുതലല്ലേ അല്ലെ. യു മേ ഈസിലി ട്രിപ്പ്, നമ്മൾ തട്ടി താഴെ വീഴാൻ എളുപ്പത്തിൽ പറ്റുന്ന ഒരു കാര്യമാണ്. ഓൾസോ പ്ലേസ് ദം ഔട്ട് ഓഫ് ദ വേ, അത് ആ നടക്കുന്ന വഴിയിൽ നിന്നും ചിലപ്പോൾ എന്തെങ്കിലും വർക്ക് നടന്നതിന്റെ ഭാഗമായിട്ടാണെങ്കിലും അത് ആ നടക്കുന്ന വഴിയിൽ നിന്നും ഒരു സൈഡിലേക്കോ എവിടേക്കെങ്കിലും ഒന്ന് മാറ്റിയിടേണ്ടത് ഒന്നാമത്തെ അത്യാവശ്യമാണ്. ബിവെയർ ഓഫ് ഇലക്ട്രിക് വയർ. അങ്ങനെയുള്ള ഇലക്ട്രിക് വയറുകളുണ്ടോ, അതിങ്ങനെ അവിടെ ഇവിടെയും വഴികളിൽ നടക്കുന്ന വഴിയിലൊക്കെ കിടക്കുന്നുണ്ടോ, അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അത് ആ ഒരു വഴിയിൽ നിന്നും മാറ്റിയിടുക. Then do not use fingers to collect broken glass. Use a brush or pan instead. ഇനി എന്താ, do not use fingers.
ഫിംഗേഴ്സ്. ഇപ്പൊ ഗ്ലാസ് കാര്യങ്ങളൊക്കെ പൊട്ടിന്ന് വിചാരിക്കാം, അത് നമ്മുടെ കൈ കൊണ്ട് എടുത്താൽ എന്താ പറ്റുന്നത്? നമ്മുടെ കയ്യിലും ചില്ല് കയറോ മുറിയും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഗ്ലാസോ കാര്യങ്ങളോ പൊട്ടിക്കഴിഞ്ഞാല് ഡു നോട്ട് യൂസ് ഫിംഗേഴ്സ്. ഫിംഗേഴ്സ് ഉപയോഗിക്കാതെ ഒന്നല്ലെങ്കിൽ ഒരു ബ്രഷോ പാനോ ഉപയോഗിച്ച് അത് വൃത്തിയാക്കുക. Then take one stair at a time. നമ്മൾ സ്റ്റെയർ കയറുമ്പോ എങ്ങനെയാ? സമയമൊന്നും ഇല്ലെങ്കിൽ 1-2 സ്റ്റെയർ ഒരുമിച്ച് കയറാറുണ്ടോ? ഇറങ്ങാറുണ്ടോ? ചെയ്യാറുണ്ട് അല്ലെ? നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? യൂസ് 1 stair at a time. ഒറ്റ സമയത്ത് ഒരു സ്റ്റെയർ മാത്രമേ കയറാൻ പാടുള്ളൂ. അല്ലാതെ 2-3 സ്റ്റെയർ ഒന്നും കയറി ഓടിപ്പോവാൻ പാടില്ലാന്ന്. ഒരു സ്റ്റെയർ മാത്രം കയറാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എന്തുപയോഗിക്കണം? ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കണം അല്ലെ? നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ ഹാൻഡ് റെയിൽസ്? വളരെ കുറവായിരിക്കും അല്ലെ ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കുന്നത്. എന്റെ ഒരു ആവശ്യം പോലും നമുക്ക് തോന്നാറില്ല അല്ലെ? ഇപ്പൊ 2-3 പിടിക്കുമ്പോ കയറുമ്പോ നമ്മൾ പിടിക്കും, ഒരു പ്രൊട്ടക്ഷന് വേണ്ടി, ഒരു ബലത്തിന് വേണ്ടി പിടിക്കാറുണ്ട്. അല്ലാതെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല അല്ലെ? പക്ഷേ ഈ ഹാൻഡ് റെയിൽസ് വച്ചിരിക്കുന്നത് നമ്മുടെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ എപ്പോഴും നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ആ ഒരു ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കുക. അതുപോലെ ഒരു സ്റ്റെയർ ഒറ്റ ടൈം ഒരു സ്റ്റെയർ മാത്രമേ കയറാൻ പാടുള്ളൂ. Then place objects carefully. Overhead objects which are kept carelessly may drop and hurt people. അതുപോലെ ഇപ്പൊ തലയ്ക്ക് മുകളിലുള്ള ക്യാബിനറ്റ്സോ അല്ലെങ്കിൽ ഡ്രോയേഴ്സോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ സാധനങ്ങൾ എടുത്തു വെക്കുമ്പോ അത് വളരെ ശ്രദ്ധാപൂർവം വച്ചില്ല എങ്കിൽ എന്ത് പറ്റും? എന്താ പറ്റുന്നത്? നമ്മളിപ്പോ മുകളിലൊക്കെയുള്ള ഡ്രോയറിലോ അല്ലെങ്കിൽ കബോർഡിലോ സാധനങ്ങളൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് വെച്ചില്ല എങ്കിൽ എന്ത് പറ്റും? അത് താഴേക്ക് വീഴാം അല്ലെ? അത് താഴേക്ക് വീഴാനും അവർക്ക് മറ്റുള്ള ആളുകൾക്ക് അത് അപകടം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിക്കുകളൊക്കെ പറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും നമ്മുടെ ഉയരത്തിലുള്ള വെക്കുന്ന വസ്തുക്കള് വളരെ ശ്രദ്ധാപൂർവം വെക്കേണ്ടതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്രയും സേഫ്റ്റി അഗെയിൻസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫാൾസിൽ വരുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് പറഞ്ഞേ? ഒന്നാമത് പറഞ്ഞത് ബനാന പീലിങ്സോ അല്ലെങ്കിൽ ഫ്ലവറിന്റെ പെറ്റൽസ് ഇതളകളോ അല്ലെങ്കിൽ പെൻസിലോ ബ്രോക്കൺ ഗ്ലാസോ മുതലായിട്ടുള്ളവയൊക്കെ കിടക്കുകയാണെങ്കിൽ അത് ഉടനെ തന്നെ ക്ലീൻ ചെയ്ത് മാറ്റുക. രണ്ടാമത്തത് പറയുന്നത് ലിക്വിഡ് ആയിട്ടുള്ള ലിക്വിഡ് സ്പില്ലുകൾ, ഇപ്പൊ വെള്ളമോ ഓയിലോ കാര്യങ്ങളോ ഒക്കെ അവിടെ ഒരു ഏരിയയിൽ വീണ് കിടക്കുന്നത് കണ്ടാല് ഉടനെ ആ ഒരു ഏരിയ അത് ക്ലീൻ ചെയ്ത് മാറ്റുന്നത് വരെ ആ ഒരു ഏരിയ ബ്ലോക്ക് ചെയ്ത് നിർത്തുക. മൂന്നാമത്തത് ഈ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള അല്ലെങ്കിൽ വാൾസില് ഓവർഹെഡ് ആയിട്ടുള്ള വാൾസില് നമ്മുടെ തലയ്ക്ക് മുകളിൽ മൗണ്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാബിനറ്റ്സോ ഡ്രോയേഴ്സോ മുതലായവയുടെ ഡോറുകൾ എപ്പോഴും ക്ലോസ്ഡ് ആക്കി വെക്കുക. നാലാമത്തത് ഇലക്ട്രിക് വയറുകൾ സൂക്ഷിക്കുക. അങ്ങനെയുള്ള ഇലക്ട്രിക് വയറുകൾ തട്ടി എളുപ്പത്തിൽ വീഴാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത് മെയിനായിട്ട് നടക്കുന്ന നമ്മുടെ വഴികളിൽ നിന്നും മാറ്റിയിടുക. Then do not use fingers on collect broken glass. പൊട്ടിയ ഗ്ലാസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരിക്കലും കൈകൾ ഉപയോഗിക്കാതെ മറിച്ച് അതിന് പകരം ബ്രഷോ പാനോ ഉപയോഗിക്കുക. Then ഒരു സമയത്ത് ഒറ്റ സ്റ്റെയർ മാത്രം കയറുക. എപ്പോഴും സ്റ്റെയർ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കുക. അതുപോലെ നമ്മുടെ സാധനങ്ങൾ മുകളിൽ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മുകളിലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ സാധനങ്ങൾ വെക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം വെക്കാൻ. അല്ലാത്ത പക്ഷം അത് താഴേക്ക് വീഴാനും ആളുകൾക്ക് പരിക്ക് പറ്റാനും സാധ്യതയുണ്ട്. ക്ലിയർ ആണോ? സേഫ്റ്റി അഗെയിൻസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫോൾസ് ഓക്കെ ആണോ? ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആണ്? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ്. നെക്സ്റ്റ് ഒരെണ്ണം കൂടെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് സെക്യൂരിറ്റിയിലേക്ക് കിടക്കും. നോക്കിയേ, സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ്. ഇലക്ട്രിക് ഗുഡ്സുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ? ഹോസ്പിറ്റലുകളിലൊക്കെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി അപകടങ്ങൾ ഉണ്ടായി എന്നൊക്കെ അല്ലെ? അപ്പൊ അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് എടുത്താൽ മാത്രമേ അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഈ ഒരു ഇലക്ട്രിക് വസ്തുക്കളുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് സേഫ്റ്റി ഒക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് പ്രിവെന്റ് വെറ്റ്നസ്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ? നമ്മുടെ വീടുകളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? എന്താണ് ചെയ്യാറ്? ഇപ്പൊ ആ ഒരു സ്വിച്ചിന്റെയോ അല്ലെങ്കിൽ ആ ഒരു അപ്ലയൻസസിന്റെ ഒക്കെ അടുത്ത് നനവ് വരാൻ പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ?
വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ ചാപ്റ്ററിൽ കുറേയും പറയുന്നുണ്ട്. നോക്കിയേ, പ്രിവെന്റ് വെറ്റ്നസ് നിയർ സ്വിച്ചസ്, വയറിംഗ് അപ്ലയൻസസ്. എന്താണ്? സ്വിച്ചുകളുടെ അടുത്തോ അല്ലെങ്കിൽ വയറിംഗ് അപ്ലയൻസസ് അല്ലെ, വയറുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളുടെ അടുത്തോ വെറ്റ്നസ് അല്ലെങ്കിൽ നനവുണ്ടാവുന്നത് തടയുക. രണ്ടാമത്തത് പ്രൊട്ടക്ട് കോഡ്സ് ഹീറ്റ് ആൻഡ് ഓയിൽ ആൻഡ് അബ്യൂ. ഓയിലിനാണ് കേട്ടോ അവിടെ, ഓയിലിനാണോ കിടക്കുന്നത് നിങ്ങളുടെ? ഓക്കെ. Protect cord, heat, oil and abuse will damage electric insulation. ഇപ്പൊ നമ്മുടെ വയറുകളൊക്കെ ഹീറ്റ് വന്നാൽ, ചൂട് കൊണ്ടാല് അല്ലെങ്കിൽ ഇപ്പൊ ഓയിലുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ, അല്ലാത്ത രീതിയിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഉപയോഗിച്ചാലൊക്കെ അതിന്റെ ഇലക്ട്രിക് ഇൻസുലേഷൻ ഡാമേജ് ആവാം. അപ്പൊ ആ പുറത്തുള്ള കോട്ടിങ്ങും കാര്യങ്ങളും പോവാം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇൻസുലേഷൻ അല്ലെങ്കിൽ ആ ഒരു വൈദ്യുതി രോധനത്തിന്റെ ആ ഒരു ഇൻസുലേഷൻ എന്തെങ്കിലുമൊക്കെ ഡാമേജുകൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും, ഹീറ്റിൽ നിന്നും ഓയിലിൽ നിന്നും അത് ഉപയോഗം ചെയ്യുന്നതിൽ നിന്നൊക്കെ ആ ഒരു കോഡ് അല്ലെങ്കിൽ ആ ഒരു കോഡിനെ അല്ലെങ്കിൽ ആ വയറിനെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. Then മൂന്നാമത്തത് ഇൻസ്പെക്ട് കോഡ് പ്ലഗ്സ്, സ്വിച്ചസ് ആൻഡ് ഔട്ട്ലെറ്റ്സ് റെഗുലർലി ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ നോട്ട് ഡാമേജ്ഡ്. ഇപ്പൊ ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് പ്ലഗുകളുണ്ട്, വയറുകളുണ്ട് അല്ലെ, ഒരുപാട് സ്വിച്ചുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് പുറത്തേക്കുള്ള ഔട്ട്ലെറ്റുകളുണ്ട്, സോക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ളവയെല്ലാം പതിവായിട്ട് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം, പരിശോധിക്കണം. ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡാമേജുകൾ, ഏതെങ്കിലും ഒരെണ്ണത്തിന് ഡാമേജുകൾ വന്നിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതിവായി പരിശോധിക്കുന്നതിലൂടെ എന്താണ് ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തത് നെക്സ്റ്റ് എന്താണ്? റിപ്പോർട്ട് ഇലക്ട്രിക് ഫോൾട്സ് ഇൻസ്റ്റന്റ്ലി. ഇനി എന്താണ്? എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ഉപകരണങ്ങൾ, ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിലും ചില ഉപകരണങ്ങൾ വർക്ക് ചെയ്യുമ്പോ ചെറിയ രീതിയിൽ ഷോക്ക് അടിക്കുന്ന പോലെ തോന്നാം അല്ലെ, ചെറിയൊരു കറണ്ട് വരുന്നത് പോലെ തോന്നാറില്ലേ? ചില മെഷീൻ ഉപകരണങ്ങൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ തോന്നാറുണ്ട്. ചിലപ്പോൾ ഓവർ ഹീറ്റ് ആയിട്ടുള്ള, ഒരുപാട് ചൂടായ പോലെ തോന്നാറുണ്ട് അല്ലെ, തോന്നാറുണ്ടോ? ചിലപ്പോ സ്പാർക്കിംഗ്, ചെറിയ ചെറിയ തീപ്പൊരി പോലെയോ അല്ലെങ്കിൽ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത് പോലെയൊക്കെ തോന്നാറുണ്ടോ? അപ്പൊ ഇതൊക്കെ എന്താണ്? അർജന്റ് വാർണിംഗ് ആണ്. അതായത് ഈ ഒരു ഉപകരണം തകരാറിലാവാൻ പോവുകയാണ് എന്ന ഒരു വാർണിംഗ് ആണ് നമുക്ക് തരുന്നത്. ഒരു അർജന്റ് ആയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തരുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തെങ്കിലും രീതിയിൽ ആ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഫീൽ ചെയ്താല് ഉടനെ അത് ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത് ആ ഒരു ഉപകരണം കേടാവുന്നതിന് മുൻപ് തന്നെ, മുഴുവനായിട്ടും അത് കേടായി പോകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തത്, റിപ്പയർ ഒക്കെ ചെയ്ത് നിലനിർത്താൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഷോർട്ട് സർക്യൂട്ടുകളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. Then do not use in an electric outlet when the plug does not fit accurately. Get the outlet changed. ഇനി എന്താ? നമ്മുടെ വീട്ടില് ചില പ്ലഗ് ഒക്കെ ആ ഒരു സോക്കറ്റിൽ കുത്തുമ്പോ, ആ ഒരു ഔട്ട്ലെറ്റിൽ കുത്തുന്ന സമയത്ത് ചിലപ്പോ ഫിക്സ് ആവാറില്ല അല്ലെ, ചിലപ്പോ അത് ഊരിപ്പോരാറുണ്ട്, ചിലപ്പോ അത് ഭയങ്കര ടൈറ്റ് ആയിട്ട് പിന്നെ നമുക്ക് വലിച്ചാൽ പോരാത്ത പോലെ ആയിരിക്കും ഇല്ലേ? നമ്മുടെ വീടുകളിൽ ചില പ്ലഗ് ഒക്കെ കുത്തുമ്പോ അങ്ങനെയല്ലേ? അതെ. അപ്പൊ അങ്ങനെയുള്ളതൊന്നും നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. മറിച്ച് എന്താ ചെയ്യേണ്ടേ? പ്ലഗ് ഡസ് നോട്ട് ഫിറ്റ് ആക്യുറേറ്റ്ലി, വളരെ കൃത്യമായിട്ട് ഫിറ്റ് ആവുകയും എടുക്കാൻ പറ്റുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഔട്ട്ലെറ്റ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതിനനുസരിച്ചുള്ള സോക്കറ്റ് ആയിരിക്കണം വേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ, അതായത് ചിലപ്പോൾ നമുക്ക് ലൂസ് ആയിട്ട് തോന്നുകയാണ് അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് മാറ്റി പുതിയൊരെണ്ണം അതിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ ഉള്ള ഒരെണ്ണം ചേഞ്ച് ചെയ്ത് അവിടെ സ്ഥാപിക്കേണ്ടതുമാണ്. Then when connecting and disconnecting equipment, ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്, മിക്കവരും ചെയ്യുന്നതായിരിക്കും. നമ്മളൊരു ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാല് നമ്മൾ എങ്ങനെയാ ഫോൺ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ എടുക്കുന്നത്? ആ ഒരു ചാർജറിന് ജസ്റ്റ് വെറുതെ ഊരിങ്ങി എടുക്കും അല്ലെ. അതേസമയം നമ്മൾ ആ സ്വിച്ച് ഓഫ് ആക്കാറോ ഓൺ ചെയ്യാറോ ഉള്ളത് ശ്രദ്ധിക്കാറില്ല ഇല്ലേ? നമ്മൾ എന്തൊരു ഉപകരണം ഓൺ ചെയ്യണമെങ്കിലും ഓഫ് ചെയ്യണമെങ്കിലും അതിന്റെ സ്വിച്ച് ആദ്യം എങ്ങനെയായാലും, കണക്ട് ചെയ്യണമെങ്കിലും ഡിസ്കണക്ട് ചെയ്യണമെങ്കിലും ആദ്യം അതിന്റെ സ്വിച്ച് എങ്ങനെയായിരിക്കണം? ഓഫ് പൊസിഷനിലായിരിക്കണം. ഓൺ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് ഏത് പൊസിഷനിലായിരിക്കണം? ഓഫ് പൊസിഷനിലായിട്ട് വേണം കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കാൻ, ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. When connecting and disconnecting an equipment, turn the on off position to off പൊസിഷനിലായിരിക്കണം. ഒരു ഓൺ ഓഫ് സ്വിച്ചസ് ഓഫ് പൊസിഷനിലായിരിക്കണം ഉണ്ടായിരിക്കുന്നത്. ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Then make sure that the equipment is properly grounded. ഈ പറയുന്ന ഉപകരണങ്ങളെല്ലാം ശരിയായ രീതിയിൽ തറയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ?
അതുപോലെ തന്നെ 3 wire ground plugs are good protection. നമുക്ക് 2 പിന്നുകളുണ്ട്, 3 പിന്നുകളൊക്കെ ഉണ്ട് അല്ലെ. കണ്ടിട്ടില്ലേ? 2 പിന്നുള്ളതും 3 പിന്നുള്ളതും കുറച്ചും കൂടി സേഫ് ചെയ്താ 3 പിന്നുകളാണ്. കാരണം കുറച്ചും കൂടി എന്താണ് എർത്തും കാര്യങ്ങളും ഉള്ളത് കൊണ്ട്, എർത്തിങ്ങും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അതാണ് 3 wire ground പ്ലഗുകളാണ് കുറച്ചും കൂടി ഗുഡ് പ്രൊട്ടക്ഷൻ നൽകുന്നത്. അപ്പൊ അതുപോലെ തന്നെ keep wires lamps free from contact with curtain, furniture, packing material. keep wire ലാമ്പുകൾ കണ്ടിട്ടുണ്ടോ? വയറിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നത് എന്താണ് ഇതിലൊക്കെ എന്താണ് പറയാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ തൂക്കിയിടുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ അതെ ഇലുമിനേഷന് വേണ്ടിയിട്ടൊക്കെ തൂക്കിയിടുന്നത് ടൈപ്പ് ലോങ് ആയിട്ട് വയറിൽ കിടക്കുന്ന ടൈപ്പുകൾ. അപ്പൊ അങ്ങനെയുള്ള ലാമ്പുകളോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അതിന്റെ അടുത്ത് എന്ത് ചെയ്യാൻ വെച്ചാൽ LED ലൈറ്റുകളൊക്കെ പറയാം. അപ്പൊ അതിന്റെ അടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല? കർട്ടനുകളോ ഫർണിച്ചറുകളോ പാക്കിംഗ് മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല. അടുത്തതുമായിട്ടൊരു കോണ്ടാക്ട് വരാൻ പാടില്ല. കോണ്ടാക്ട് വന്നാൽ എന്താ പറ്റുക? ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും സ്പാർക്കോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കർട്ടനിലോ ഫർണിച്ചറിലോ ഒക്കെ തീപിടിക്കാം അല്ലെ. അങ്ങനെയുള്ള തീപിടുത്തമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പാക്കിംഗ് മെറ്റീരിയൽ ആണെങ്കിലും അങ്ങനെ തന്നെ അതെ ഷോർട്ട് സർക്യൂട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ തീപിടിക്കാൻ പറ്റും. ആ തീപിടുത്തം വരാതിരിക്കാൻ വേണ്ടി ഇതുമൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത രീതിയിലായിരിക്കണം നമ്മളത് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ഡു നോട്ട് യൂസ് എനി പോർട്ടബിൾ ഇലക്ട്രിക് എക്യുപ്മെന്റ്. പോർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇലക്ട്രിക് എക്യുപ്മെന്റുകൾ ഉണ്ട് അല്ലെ, ഉപകരണങ്ങളുണ്ട്. Till the engineering department checks it for safety. സേഫ്റ്റി ഉറപ്പുവരുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ ഇതിന്റെ സേഫ്റ്റി സുരക്ഷയാണ്, നമുക്ക് സുരക്ഷിതമായിട്ട് കൊണ്ട് നടക്കാം അല്ലെങ്കിൽ മൂവ് ചെയ്ത് കൊണ്ടുപോവാം എന്ന് ഉറപ്പ് പറയുന്ന ആ ഒരു ഉപകരണങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള പോർട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് എക്യുപ്മെന്റുകൾ കൊണ്ട് നടക്കാനോ ഉപയോഗിക്കാനോ പാടില്ല. അപ്പൊ സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഒന്നാമത് പറഞ്ഞത് സ്വിച്ചസും ഇതുപോലെയുള്ള ഇലക്ട്രിക് അല്ലെങ്കിൽ വയറിംഗ് അപ്ലയൻസുകളുടെയും അടുത്തുള്ള ആ ഒരു നനവ് കാര്യങ്ങളൊക്കെ തടയുക. രണ്ടാമത്തത് പറഞ്ഞത് വയറുകള് കാര്യങ്ങളെല്ലാം ഹീറ്റിൽ നിന്നും ഓയിലിൽ നിന്നും അത് അബ്യൂസ് ചെയ്യുന്നതിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യാം, അത് ഡാമേജ്ഡ് ആവാം. അതിന്റെ ഇൻസുലേഷൻ ഡാമേജ്ഡ് ആയി പോകുന്നത് കൊണ്ട് അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. മൂന്നാമത്തത് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള വയറുകള് ബോർഡുകള് പ്ലഗുകള് സ്വിച്ചുകള് ഔട്ട്ലെറ്റുകള് മുതലായവയൊക്കെ പതിവായിട്ട് എന്ത് ചെയ്യുക, അതിന് ഡാമേജ് കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ തകരാറുകൾ, അതായത് ചെറിയ രീതിയിലുള്ള സ്മോൾ ഷോക്കോ അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് ആയിട്ട് തോന്നുകയോ ചെറിയ രീതിയിലുള്ള സ്പാർക്കിംഗ് കാര്യങ്ങൾ തോന്നുകയോ സൗണ്ട് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു അർജന്റ് മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് അതുടനെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അടുത്തത് പറഞ്ഞത് ഇവിടെ പ്ലഗോ കാര്യങ്ങളോ കൃത്യമായിട്ട് ഒരു ഔട്ട്ലെറ്റിലേക്ക് സ്യൂട്ടബിൾ ആവുന്നില്ല എങ്കിൽ ഉടനെ ആ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് എന്ത് ചെയ്യണം, പകരം അവിടെ മാറ്റി സ്ഥാപിക്കേണ്ടതാണ്. ഇനി ഒരു എക്യുപ്മെന്റ് കണക്ട് ചെയ്യുമ്പോഴും ഡിസ്കണക്ട് ചെയ്യുമ്പോഴും ആ ഒരു ഓൺ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് ഓഫ് പൊസിഷനിൽ ആയിരിക്കണം. അതുപോലെ ആ ഉള്ള എല്ലാ ഉപകരണങ്ങളും കൃത്യമായിട്ട് ഗ്രൗണ്ടിൽ പ്രോപ്പർ ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ 3 വയർ ഗ്രൗണ്ട് പ്ലഗുകളാണ് ഏറ്റവും നല്ല ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നത്. അതുപോലെ വയർ ലാമ്പുകളാണെങ്കിൽ ഒരിക്കലും കർട്ടന്റെയോ ഫർണിച്ചറുകളുടെയോ പാക്കിംഗ് മെറ്റീരിയലിന്റെയോ അടുത്ത് വരാൻ പാടില്ല. അതുപോലെ തന്നെ ഈ പോർട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് എക്യുപ്മെന്റ്സുകൾ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഇലക്ട്രിക് എക്യുപ്മെന്റ്സുകളൊക്കെ ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് സേഫ് ആണെന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞതിന് ശേഷം മാത്രമേ അവയൊക്കെ ഉപയോഗിക്കാനും പാടുള്ളൂ. ക്ലിയർ ആണോ? സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ് ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് നെക്സ്റ്റ് അപ്പൊ നമ്മള് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് സെക്യൂരിറ്റിയാണ് കേട്ടോ. സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി, ഹൗ ദ ഹോസ്പിറ്റൽ സഫർ ലോസ്. അതായത് ഒരു ഹോസ്പിറ്റല് എന്തൊക്കെ കാര്യങ്ങളിലാണ് സെക്യൂരിറ്റി ഇല്ലാതെ വരുമ്പോൾ അല്ലെ, സെക്യൂരിറ്റി ഉള്ളപ്പോൾ നമുക്ക് അതിൽ നഷ്ടങ്ങൾ സംഭവിക്കില്ല. അതേസമയം നല്ലൊരു സുരക്ഷ ഇല്ലാതെ വരുമ്പോ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കാം അതാണ് ഇവിടെ പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അത് ഇത് ഓരോന്നും എന്താണെന്ന് നിങ്ങളോട് ചോദിക്കില്ല, മറിച്ച് ഇതിന്റെ പേരുകൾ തന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ രീതിയിൽ നഷ്ടങ്ങൾ സംഭവിക്കാം, അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, ഉൾപ്പെടാത്തത് ഏതാണ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാറുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഒന്നാമത്തതാണ് എംബസൽമെന്റ് പിൽഫറേജ് എന്ന് വെച്ചാൽ എന്താ? എംബസൽമെന്റ് പിൽഫറേജ് കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്?
ചില പേരുകൾ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്തതായിരിക്കാം. അവിടെ ഉള്ളതാണെങ്കിലും ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ. കാരണം പിന്നീട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് കേട്ടോ. സാമ്പത്തിക തട്ടിപ്പും മോഷണവും ഒന്ന് എഴുതി വെച്ചേ. എംബസൽമെന്റ്, പിൽഫറേജ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക തട്ടിപ്പും മോഷണവും. ഒരു ഹോസ്പിറ്റലിൽ നല്ലൊരു സെക്യൂരിറ്റി ഇല്ല എങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടാവാലോ അല്ലെ. പല രീതിയിലുള്ള മോഷണങ്ങൾ നടത്താലോ അല്ലെ. അതൊക്കെ അവരുടെ ആ ഒരു ഹോസ്പിറ്റലിൽ നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമില്ലേ? ഹോസ്പിറ്റലിൽ നല്ലതാണോ? അല്ല, നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലെ. അങ്ങനെയുള്ള സാമ്പത്തിക തട്ടിപ്പോ മോഷണങ്ങളോ നടക്കുന്നത്. രണ്ടാമത് കിക്ക്ബാക്സ് ആൻഡ് കൊളൂഷൻ എക്വിപ്മെന്റ് തെറ്റ്, അതായത് കൈക്കൂലി, ഒത്തുകളി, ഉപകരണ മോഷണം. ഇത് കൈക്കൂലി, കിക്ക്ബാക്സ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി വാങ്ങുക. കൊളൂഷൻ എന്ന് പറഞ്ഞാല് ഒത്തുകളിക്കുക. ആൻഡ് എക്വിപ്മെന്റ് തെറ്റ്, ഉപകരണങ്ങൾ മോഷ്ടിക്കുക. എന്താ ഇവിടെ കിക്ക്ബാക്സ് ആൻഡ് കൊളൂഷൻ എക്വിപ്മെന്റ് തെറ്റ് എന്ന് പറഞ്ഞാല്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹോസ്പിറ്റലിൽ നിന്ന് ഉപകരണങ്ങൾ മോഷണം പോകൂലേ? നല്ല സെക്യൂരിറ്റി ഇല്ലെങ്കിൽ പോവോ? ഹോസ്പിറ്റലിൽ നിന്ന് പോവും. എങ്ങനെ പോവാ? ആ ഹോസ്പിറ്റലിലുള്ള ആളുകളുടെ അറിവോട് കൂടിയാ പോവാ അല്ലെ. അല്ലാതെ പോവാൻ പറ്റോ? ഹോസ്പിറ്റലിലുള്ള ആളുകളുടെ അറിവോട് കൂടിയല്ലേ പോകുന്നത്. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? അവര് ഈ പറയുന്ന കൈക്കൂലി വാങ്ങുന്നു. അതുപോലെ അവരുമായിട്ട്, അതായത് എടുക്കാൻ വരുന്നവരുമായിട്ട്, കൊണ്ടുപോകാൻ വരുന്ന അവരുമായിട്ട് ഒരു ഒത്തു കളിച്ച് ഉപകരണങ്ങൾ മോഷ്ടിക്കാം അല്ലെ. അതാണത് കിക്ക്ബാക്സ് ആൻഡ് കൊളൂഷൻ എക്വിപ്മെന്റ് തെറ്റ്. ഒത്തു കളിച്ച് കൈക്കൂലിയൊക്കെ വാങ്ങിച്ച് അവരെന്ത് ചെയ്യുന്നു? ഇവര് അതിനു വേണ്ടിയുള്ള ഒത്താശ ചെയ്തു കൊടുത്ത് ആ ഉപകരണങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോകും. കാരണം നല്ല സെക്യൂരിറ്റി ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് കേട്ടോ. നല്ല സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഒരു നഷ്ടമാണ് ഇങ്ങനെയുള്ള വിലപിടിപ്പുള്ള ഉപകരണങ്ങളൊക്കെ മോഷണം പോകുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? രണ്ടാമത്തത് ക്ലിയർ ആണോ? എംബസൽമെന്റ്, പിൽഫറേജ് പറഞ്ഞു. രണ്ടാമത്തത് കിക്ക്ബാക്സ് ആൻഡ് കൊളൂഷൻ എക്വിപ്മെന്റ് തെറ്റ് പറഞ്ഞു. എംബസൽമെന്റ്, പിൽഫറേജ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക തട്ടിപ്പും മോഷണവുമാണ്. കിക്ക്ബാക്സ് ആൻഡ് കൊളൂഷൻ എക്വിപ്മെന്റ് തെറ്റ് എന്ന് പറഞ്ഞാല് കൈക്കൂലി, ഒത്തുകളി, അതിലൂടെ ഉണ്ടാവുന്ന ഉപകരണങ്ങളുടെ മോഷണം. രണ്ട് ബാക്കിയല്ലേ? മൂന്നാമത്തത് പേഴ്സണൽ പ്രോപ്പർട്ടി തെറ്റ്. എന്താണ്? വ്യക്തിഗത സ്വത്ത് മോഷണം അല്ലെ. പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, വ്യക്തിഗത സ്വത്ത് മോഷണം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ് ഹോസ്പിറ്റലിൽ തന്നെ വിലപിടിപ്പുള്ള ഒരുപാട് രേഖകൾ ഉണ്ടാവില്ലേ അല്ലെ. ഹോസ്പിറ്റലിൽ തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്ന ഒരുപാട് വിലപിടിപ്പുള്ള രേഖകൾ ഉണ്ടാവും അല്ലെ. അതൊക്കെ ആ ഒരു ഹോസ്പിറ്റലിലെ പ്രോപ്പർട്ടീസ് അല്ലേ, പൊതുവായിട്ടുള്ള പേഴ്സണൽ പ്രോപ്പർട്ടീസിൽ വരുന്നല്ലേ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടുത്തെ പേഷ്യൻസിന്റേതായിട്ടുള്ള കുറെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുമൊക്കെ മോഷണം പോവാം അല്ലെ. അപ്പൊ അതിന് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പേഴ്സണൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി കാര്യങ്ങൾ മോഷണം പോവാം. അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിന്റെ ആയിക്കോട്ടെ അങ്ങനെയുള്ള പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഒക്കെ മോഷണം പോവാം. അതാണ് പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ് അല്ലെങ്കിൽ വ്യക്തിഗത സ്വത്ത് മോഷണത്തിൽ വരുന്നത്. ക്ലിയർ ആണോ? മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. ആ മൂന്നെണ്ണവും ക്ലിയർ ആണെന്ന് വിചാരിക്കും. നാലാമത് payroll fraud and theft that include fraud in punching the time bomb. എന്ന് വെച്ചാൽ എന്താ? ശമ്പള തട്ടിപ്പും മോഷണം. ഹോസ്പിറ്റലൊക്കെ എങ്ങനെയാ? പഞ്ചിങ് സിസ്റ്റം ആണ് അല്ലെ. ഇന്ന സമയത്ത് അവർക്ക് ഡ്യൂട്ടി കയറണം, ഇത്ര സമയത്ത് അവർക്ക് ആ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങാം. അപ്പൊ പഞ്ച് ചെയ്തല്ലേ കയറുന്നത്. ഇപ്പൊ മിക്ക ഓഫീസുകളിലും അങ്ങനെ തന്നെയാ, പഞ്ചിങ് സിസ്റ്റം ആണ്. ആ പഞ്ചിങ് സിസ്റ്റത്തിൽ ആ ഒരു പഞ്ചിങ് ടൈം ക്ലോക്കിൽ എന്തെങ്കിലും ഫ്രോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും തളത്തരമോ തിരിമറിയോ ഒക്കെ കാണിച്ചുകൊണ്ട് അവർ ആ ഒരു ശമ്പള തട്ടിപ്പും അതിലൂടെ മോഷണവും നടത്തും. എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ ഇന്നൊരു ദിവസം അവര് ജോലിക്ക് വന്നിട്ടില്ല, പക്ഷെ അവർ എന്ത് ചെയ്യുന്നു? ആ ഒരു ടൈം ക്ലോക്കില്, ആ ഒരു പഞ്ചിങ് സിസ്റ്റത്തില് എന്തെങ്കിലുമൊക്കെ പെശകുകളൊക്കെ വരുത്തി അവർ അന്നത്തെ ദിവസം അവിടെ പ്രസന്റ് ആയിരുന്നു എന്ന് വരുത്തി തീർക്കുന്നു. അങ്ങനെ പ്രസന്റ് ആയിരുന്നു എന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാല് അവർക്ക് ശമ്പളം കൊടുക്കുമ്പോ എങ്ങനെയാ കൊടുക്കേണ്ടി വരിക? ആ ഒരു ദിവസത്തെ ലീവ് കണക്കാക്കുവോ? ലീവ് വരുമോ? അതിനുള്ളില് ഉൾപ്പെടുവോ? ആ ഒരു അവര് ഓൾറെഡി എന്താണ് കട്ട് ചെയ്യോ? ലീവ് കട്ട് ചെയ്യില്ല. കാരണം എന്താ? അവർ അന്നത്തെ ദിവസം ലീവ് ആണെങ്കിൽ പോലും അവർ ആ ഒരു പഞ്ചിങ് ക്ലോക്കില്, ആ ഒരു പഞ്ചിങ് സിസ്റ്റത്തില് തിരിമറി ചെയ്തേക്കല്ലേ. തിരിമറി ചെയ്ത് അവർ അന്നത്തെ ദിവസം അവിടെ കൃത്യസമയത്ത് പഞ്ച് ചെയ്തു ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ശമ്പളപരമായിട്ട് അവർക്ക് ആ ഒരു തട്ടിപ്പല്ലേ നടത്തുന്നവര്
അല്ലെ? ആ പേയ്മെന്റ് ഫുള്ള് കൊടുക്കും. കാരണം അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഗ്രീഷ്മ? സാലറി കട്ട് ചെയ്യില്ലെന്ന് മിസ് ഉദ്ദേശിക്കുന്നേ, മനസ്സിലാവുന്നില്ലേ? അതായത് ഇപ്പൊ നമ്മള് ഒരു ദിവസം ലീവിൽ പോയിട്ടില്ല എന്ന് വിചാരിക്കും. എന്താ ഉദ്ദേശിച്ചേ? മനസ്സിലായില്ല. അതായത് ഇപ്പൊ നമ്മൾ ഇന്ന് ഒരു ദിവസം പോയി, നോർമൽ ആയിട്ട് എങ്ങനെയാ നമ്മൾ എല്ലാ ദിവസവും പോയി, ഇപ്പൊ ഒരു 5 ദിവസം, ഒരു ആഴ്ചയിൽ ഒരു 5 ദിവസം പോയിട്ടുണ്ട്, ആ 5 ദിവസം പേയ്മെന്റ് നമുക്ക് കിട്ടും അല്ലെ? ഒരു മാസ ശമ്പളത്തില് നമുക്ക് ആ ഒരു മാസം 30 ദിവസം അല്ലെങ്കിൽ 31 ദിവസം പോയിട്ടുണ്ടെങ്കിൽ, ആ മാസം എല്ലാ ദിവസവും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാസത്തെ ഫുൾ സാലറി നമുക്ക് കിട്ടൂലേ? അപ്പൊ ആ ഒരു പഞ്ചിങ് സിസ്റ്റത്തിൽ നോക്കി നമ്മൾ എല്ലാ ദിവസവും പ്രസന്റ് ആയിരുന്നോ, ഇനി ഹാഫ് ഡേ ലീവ് എടുത്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടല്ലേ അവർ നമുക്ക് പേയ്മെന്റ് തരുന്നേ ഒരു മാസം അല്ലെ? ആ പേയ്മെന്റ് അങ്ങനെയല്ലേ തരുന്നേ? അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവര് ചിലപ്പോ ലീവ് എടുത്ത് കാണും, ചിലപ്പോ ഒരു ഹാഫ് ഡേ കഴിഞ്ഞ് ചിലപ്പോ തിരിച്ചു പോന്നിട്ടുണ്ടാവും. ഇവരെന്ത് ചെയ്തു? ആ ഒരു പഞ്ചിങ് സംവിധാനത്തില് തിരിമറി നടത്തി, അതിന്റെ സംവിധാനത്തിൽ മാറ്റി. അതായത് ടൈം ക്ലോക്കിൽ ഇവര് വ്യത്യാസങ്ങൾ വരുത്താണ്, തട്ടിപ്പ് നടത്താണ്. അങ്ങനെ തട്ടിപ്പ് നടത്തുമ്പോ ചിലപ്പോ അവർ അന്നത്തെ ദിവസം വർക്കിന് പോയിട്ടേ ഉണ്ടാവില്ല. പക്ഷെ അവിടെ ആ ഒരു ടൈം സ്കെയിൽ അല്ലെങ്കിൽ ആ ഒരു പഞ്ചിങ് ക്ലോക്കിൽ നമ്മൾ നോക്കുമ്പോ അവരവിടെ പ്രസന്റ് ആണെന്ന് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ പ്രസന്റ് ആണെന്ന് കാണിക്കുമ്പോ സ്വാഭാവികമായിട്ടും ആ ഹോസ്പിറ്റലുകാര് ഫുൾ പേയ്മെന്റ് കൊടുക്കൂലേ? കാരണം അവര് ലീവായിട്ട് വരുന്ന അവിടെ തെളിവൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവർ ഫുൾ പേയ്മെന്റ് കൊടുക്കും. അപ്പൊ അങ്ങനെ തട്ടിപ്പുകളും മോഷണങ്ങളും നടത്തുന്നതിനെയാണ് പേറോൾ ഫ്രോഡ് ആൻഡ് തെഫ്റ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? ശമ്പള തട്ടിപ്പും അതുമായി ബന്ധപ്പെട്ട മോഷണങ്ങളും. ക്ലിയർ ആണോ അത്? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. അടുത്തതാണ് ക്യാഷ് തെഫ്റ്റ്. പണം മോഷ്ടിക്കാം അല്ലെ? പൈസ മോഷ്ടിക്കാം. എന്തൊക്കെയാ? ദാറ്റ് ഇൻവോൾവ് ദ മെയിൻ കാഷ്യർ. കാഷ്യേഴ്സ് ഒക്കെ അല്ലെ കൂടുതലും പൈസയുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അല്ലെ? കാഷ്യേഴ്സ്, സബ്സിഡറി കാഷ്യേഴ്സ്, അവരുടെ കീഴിൽ വരുന്ന കാഷ്യേഴ്സ് ആവാം. അല്ലെങ്കിൽ ഇപ്പൊ കഫറ്റേരിയാസ് പോലുള്ള കഫേ കാര്യങ്ങളൊക്കെ ക്യാൻറ്റീൻ പോലെയുള്ളത് ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലുകളിൽ അല്ലെ? അവിടെ അവരുടേതായിട്ടുള്ള കള്ളക്കണക്കൊക്കെ കാണിച്ച് അവരെന്ത് ചെയ്യാം? ഒരുപാട് പൈസ തട്ടിയെടുക്കാം അല്ലെ? അതാണ് ഇവിടെ ക്യാഷ് തെഫ്റ്റ്, പൈസ മോഷ്ടിക്കുക എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് മെയിൻ കാഷ്യേഴ്സ് ആവാം, സബ്സിഡറി അവരുടെ കീഴിൽ വരുന്ന കാഷ്യേഴ്സ് ആവാം, അല്ലെങ്കിൽ കഫറ്റേരിയ കഫേ പോലെയുള്ളവ അല്ലെങ്കിൽ ക്യാൻറ്റീൻ പോലെയുള്ളവയുടെ കാഷ്യേഴ്സ് ആവാം ഈ പറയുന്ന പൈസ മോഷ്ടിക്കുന്നത്. ഓക്കെ. ഫ്രോഡുലന്റ് പ്രാക്ടീസസ്, വഞ്ചനാപരമായിട്ടുള്ള രീതികൾ ഇൻ പർച്ചേസിങ്. അതായത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വരെയും പർച്ചേസ് ചെയ്യുക. അത് റിസീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോ കൂടുതൽ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവര് പർച്ചേസ് ചെയ്യുമ്പോൾ കൂടുതൽ സാധനങ്ങൾ വരും അല്ലെ? അത് വന്നു കഴിയുമ്പോൾ അവർ എടുത്തു മാറ്റും. അവർക്ക് ആവശ്യമായിട്ടുള്ളത് അവർ കൂടുതൽ ഓർഡർ ചെയ്യുന്നു, കൂടുതൽ അതൊക്കെ. എന്താണ് ഇപ്പൊ കേറിയിട്ടുള്ളോ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഓക്കെ. നോക്കിയതോ പർച്ചേസിങ്. അപ്പൊ പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും വഞ്ചനാപരമായിട്ട് കൂടുതൽ ചിലപ്പോൾ ഇവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ നമുക്ക് ആ ഹോസ്പിറ്റൽ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ പർച്ചേസ് ചെയ്യാം. അതുപോലെ അത് തിരിച്ചു വന്നു കഴിയുമ്പോൾ അത് റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുമ്പോഴൊക്കെ അതിൽ നിന്നൊക്കെ അവരെന്ത് ചെയ്യുന്നു? സാധനങ്ങൾ മറിച്ചു വിൽക്കാം അല്ലെ? അങ്ങനെയുള്ള ഒരു വഞ്ചനാപരമായ രീതികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ക്ലിയർ ആണോ അത്? ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ഒക്കെയാണ്. ലാസ്റ്റ് വരുന്നതാണ് ഫ്രോഡ് ഇൻ രജിസ്റ്റേഴ്സ്, റെക്കോർഡ്സ് ആൻഡ് ബില്ലിംഗ് കമ്പ്യൂട്ടർ ഫ്രോഡ്. അപ്പൊ അവിടെ ബില്ലിംഗ് അതായത് കമ്പ്യൂട്ടറില്, അതുപോലെ അവർ തയ്യാറാക്കുന്ന രജിസ്റ്ററുകളില്, ബില്ലുകളില്, അതുപോലെ റെക്കോർഡുകളിലൊക്കെ തിരിമറി നടത്തും അല്ലെ? കുറ്റങ്ങൾ അല്ലെങ്കിൽ തെറ്റുകളൊക്കെ ഉണ്ടാക്കും, ഫ്രോഡുകൾ കാണിക്കും. രജിസ്റ്ററുകളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ റെക്കോർഡുകളിൽ മാറ്റങ്ങൾ വരുത്തുന്നു, അങ്ങനെ ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട വ്യത്യാസങ്ങൾ വരുത്തുന്നു. അപ്പൊ അങ്ങനെയുള്ള കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കള്ളത്തരങ്ങൾ ചെയ്യാം. ഇതെല്ലാം എന്താണ്? ആ ഹോസ്പിറ്റല് നല്ലൊരു സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് അവരനുഭവിക്കുന്ന കുറേയധികം നഷ്ടങ്ങളാണ്. ക്ലിയർ ആണോ? ഹൗ ദ ഹോസ്പിറ്റൽ സഫർ ലോസ് എന്ന് പറയുന്ന ഭാഗം ഓക്കെ ആണോ? അത് ഓരോന്നും ക്ലിയർ ആണോ? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. ഇതിൽ ഇൻക്ലൂഡഡ് ആയത് ഇത് എന്താണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എംബസൽമെന്റ് പ്രിഫറേജ് എന്താണെന്നല്ല ചോദിക്കാൻ നിങ്ങളുടെ അടുത്ത്. ഈ സഫർ ലോസിൽ വരുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ഭാഗമാണ്, നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. ഓക്കെ. അടുത്തതാണ്
in methods of internal control, physical security. ഇനി നമ്മൾ ആ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെ നമുക്ക് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ പറ്റും, സുരക്ഷ ഉറപ്പുവരുത്താൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തതാണ് മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, ഫിസിക്കൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട, ശാരീരിക സുരക്ഷയുമായി ബന്ധപ്പെട്ട, ശാരീരികപരമായിട്ടുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തതാണ് protect the hospital against intrusion from outside and illegal movement of goods from within. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു kickbacks and collusion പറഞ്ഞില്ലേ, അവിടെ എന്താ ഒത്തുകളിച്ചുകൊണ്ട് അവിടെ ഉപകരണങ്ങളൊക്കെ മോഷിച്ചു കൊണ്ടുപോകാൻ. അതൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിനെ എന്തിൽ നിന്ന് സംരക്ഷിക്കണം, എഗെയിൻ ഇൻട്രൂഷൻ, ആ ഹോസ്പിറ്റലിലേക്കുള്ള അതിക്രമിച്ചു കടക്കൽ അല്ലെ, പുറത്തു നിന്ന് അതിക്രമിച്ച ആ ഹോസ്പിറ്റലിലേക്ക് കടക്കുന്നതിൽ നിന്നും ആ ഹോസ്പിറ്റലിനെ സംരക്ഷിക്കണം വേണ്ടേ. ആ ഇല്ലീഗൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം വിത്തിൻ, എന്താ അനധികൃതമായിട്ട് അതിന്റെ ആ ഹോസ്പിറ്റൽ അകത്ത് നിന്നുള്ള അനധികൃതമായിട്ടുള്ള ഒരു ചരക്ക് നീക്കത്തെയും എന്ത് ചെയ്യണം, നീക്കത്തിൽ നിന്നും ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ എഗെയിൻസ്റ്റ് ഇൻട്രൂഷൻ ഫ്രം ഔട്ട്സൈഡ്, അതായത് പുറത്തു നിന്നും ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് അതിക്രമിച്ചു കടക്കുന്നതിൽ നിന്നും, അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലിനകത്ത് നിന്നുള്ള അനധികൃതമായിട്ടുള്ള ഒരു ചരക്ക് നീക്കത്തിൽ നിന്നും ഹോസ്പിറ്റലിനെ സംരക്ഷിക്കുക. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഇൻട്രൂഷൻ എന്ന് പറഞ്ഞാൽ അതിക്രമിച്ചു കിടക്കലാണ്. അപ്പൊ ഹോസ്പിറ്റൽ പുറത്തു നിന്നും ഹോസ്പിറ്റലിലേക്ക് അതിക്രമിച്ചു കിടക്കുന്നതിനെ സംരക്ഷിക്കണം. അതുപോലെ തന്നെ അതിനുള്ളിലുള്ള ഗുഡ്സ്, സാധനങ്ങൾ, നമ്മുടെ എക്യുപ്മെന്റ് ഒക്കെ കൊണ്ടുപോകാറില്ലേ, അതുപോലെയുള്ള സാധനങ്ങളിൽ ചരക്കുകളുടെ അനധികൃതമായിട്ടുള്ള നീക്കത്തെയോ നീക്കത്തിൽ നിന്നും ആ ഹോസ്പിറ്റലിനെ സംരക്ഷിക്കണം. രണ്ടാമത്തത് കൺട്രോൾ ഓഫ് ഹ്യൂമൻ ട്രാഫിക്, ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ് എക്സെട്ര. ഇനി ഈ പറയുന്ന ഹോസ്പിറ്റലുകള് അതുപോലെ ഒരുപാട് ചില സമയങ്ങളിൽ ഹ്യൂമൻ ട്രാഫിക്, മനുഷ്യൻ മൂലം ഉണ്ടാവുന്ന തിരക്കുകൾ വരാറ് അല്ലെ. അതുപോലെ ഡ്രൈവേഴ്സ്, ഇപ്പൊ പല വണ്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മിക്കവരും ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ വണ്ടികളിലൊക്കെ ആയിരിക്കും വരാം, അതിന് ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ഉണ്ടാവും. അതുപോലെ കോൺട്രാക്ടേഴ്സ്, നമ്മുടെ ഹോസ്പിറ്റലിൽ പല കാര്യങ്ങളും കോൺട്രാക്ട് വർക്കിന് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെ, കരാറടിസ്ഥാനത്തില്. അതുമായി ബന്ധപ്പെട്ട കോൺട്രാക്ടേഴ്സിന് തിരക്കുണ്ടാവും. അതുപോലെ വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ, ഈ പറയുന്ന കച്ചവടക്കാരുടെ തിരക്കുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെ ആ ഒരു ഹ്യൂമൻ ട്രാഫിക്, ആ ഒരു മനുഷ്യൻ മൂലമുണ്ടാകുന്ന ആ ഒരു തിരക്കുകളെ ഒരു പരിധി വരെ നിയന്ത്രിക്കുക. അപ്പൊ നമുക്കറിയാം ഒരുപാട് തിരക്ക് വന്ന് നമുക്ക് അവിടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ പറ്റുമോ? ഒരുപാട് തിരക്ക് വരുന്നു, നമുക്ക് അവിടെ സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഒക്കെ ഒരു പരിധിയും കൂടുതൽ ഉറപ്പുവരുത്താൻ പറ്റുമോ? ഇല്ല, നമ്മൾ കൺട്രോളിൽ കൂടുതലായിരിക്കും അല്ലെ, കൺട്രോളിൽ അതീതമായിരിക്കും. അതുകൊണ്ട് ഈ തിരക്കുകളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോയാൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി നമുക്ക് അവിടെ ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തത്, ഈ പറയുന്ന ഹ്യൂമൻ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? അതിലൊന്നാമത്തതാണ് സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഫോർ സ്റ്റാഫ്. അവിടെ വരുന്ന സ്റ്റാഫുകൾക്ക് വേറൊരു എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് വേണം ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ പോകുന്ന വഴികളിൽ എവിടെയാണോ സ്റ്റാഫുകൾ വരുന്നതും പോകുന്നതും? ആണോ? അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വഴിയും കാര്യങ്ങളും ഇല്ലേ? ഇല്ലേ? ഹോസ്പിറ്റലിലേക്ക് കടക്കാനും പുറത്തേക്ക് പോകാനും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫുകൾക്ക് വേണ്ടി, പേഷ്യൻസിനും വിസിറ്റേഴ്സിനും വെൻഡേഴ്സിനും കച്ചവടക്കാർക്ക് വേണ്ടി സെയിൽസ് പേഴ്സൺസ്, ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് മുതലായ കാര്യങ്ങൾ ആൾക്കാരുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഡെലിവറി ചെയ്യാൻ വേണ്ടി വരുന്ന ഡെലിവറി പീപ്പിൾസ്, കോൺട്രാക്ടേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ആ ഹോസ്പിറ്റലിലേക്ക് കടക്കാനും പുറത്തേക്ക് പോകാനായിട്ട് കൊടുക്കണം. ഒറ്റൊരു വാതിലൂടെ കയറുമ്പോൾ ഒരുപാട് തിരക്കായിരിക്കും അല്ലെ. അതേസമയം കുറച്ച് ഏരിയാസ് തിരിച്ച് ഓരോരോ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ അത്രയധികം തിരക്ക് വരും, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലേ? ഇപ്പൊ ഒരൊറ്റ വാതിലൂടെ എല്ലാവരും കയറി പോകുന്നതിലും നല്ലത് ചെറിയ ഇടയ്ക്കിടയ്ക്ക് വാതിലുകൾ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിലുള്ള എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് കൊടുക്കുമ്പോഴാണ് അല്ലെ. അങ്ങനെയൊന്ന് ഉറപ്പുവരുത്തി. Then അടുത്തത് ഐഡന്റിഫൈ, സ്ക്രൂട്ടിനൈസ് ആൻഡ് ഗൈഡ് ദ നോൺ പേഷ്യന്റ് ആൻഡ് നോൺ വിസിറ്റർ ട്രാഫിക് സച്ച് ആസ് വെൻഡേഴ്സ് അറ്റ് ദ കൺട്രോൾ ഗേറ്റ്സ്. അതായത് ഈ വരുന്ന പേഷ്യൻസ്, വരുന്ന ആ ആളുകള് അവർ പേഷ്യന്റ് ആണോ അല്ലെങ്കിൽ നോൺ പേഷ്യൻസ് ആണോ, നോൺ വിസിറ്റേഴ്സ് സന്ദർശനത്തിന് വരുന്നവരാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം, കണ്ടെത്തണം. അതിനുശേഷം കൃത്യമായിട്ട് അവരെ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്ന പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധന നടത്താം. അവരെ സൂക്ഷ്മ പരിശോധനകൾ നടത്തി അവരെ കൃത്യമായിട്ട് ഏത് വഴിയിലൂടെ പോകണമെന്ന് നയിച്ചു കൊടുക്കണം. അതായത് അവിടെ സജസ്റ്റ് വെൻഡേഴ്സ് അറ്റ് ദ കൺട്രോൾഡ് ഗേറ്റ്,
നമ്മുടെ കൺട്രോൾഡ് നിയന്ത്രിതമായിട്ടുള്ള ഗേറ്റിലൂടെ കച്ചവടക്കാരെ കടത്തിവിടുന്നത് പോലെ തന്നെ അവിടെ പേഷ്യന്റ് ആയിട്ട് വന്നിട്ടുള്ളവരല്ല, അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളവരല്ല എന്നൊക്കെ കൃത്യമായിട്ട് അവരെ കണ്ടത്. ഇപ്പൊ വരുമ്പോ നമ്മുടെ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ അവിടുത്തെ സെക്യൂരിറ്റിക്കാരെ നമ്മൾ നിരീക്ഷിക്കാറുണ്ട് അല്ലെ? സെക്യൂരിറ്റിക്കാരെ നിരീക്ഷിക്കാറില്ലേ? നമ്മളോട് ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ചോദിക്കാറുണ്ട് അല്ലെ, എന്തിനു വന്നിരിക്കുന്നു, ഏത് ഡോക്ടറെ കാണാൻ വന്നിരിക്കുന്നതാണ്, ചിലപ്പോൾ അവിടെ രജിസ്റ്ററിലൊക്കെ എഴുതി വെക്കാനൊക്കെ പറയും അല്ലെ? അപ്പൊ അതുപോലെ തന്നെ അവിടെ ആ ഒരു നോൺ പേഷ്യന്റ് ആയിട്ടാണ് അവർ വന്നത്, പേഷ്യന്റ് ആയിട്ടല്ല വന്നിരിക്കുന്നത്, വിസിറ്ററുമായിട്ടല്ല വന്നിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവരുടേതായ സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് പോയിന്റുകൾ ഉണ്ട് അല്ലെ? നിയന്ത്രിതമായിട്ടുള്ള ഗേറ്റുകളിലൂടെ അവർ കൃത്യമായിട്ടുള്ള സൂക്ഷ്മ പരിശോധന നടത്തി കണ്ടെത്തി അവരെ അതിലൂടെ എന്ത് ചെയ്യുക, നയിച്ച് ഉള്ളിലേക്ക് കടത്തിവിടുക. ഓക്കെയാണോ? അത് ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? രണ്ടാമത്തത് prohibit pedestrian traffic through unloading dock receiving area, morgue exit and terminates. എന്താ prohibit pedestrian traffic എന്ന് പറഞ്ഞാൽ കാൽനട ഗതാഗതം നിയന്ത്രിക്കുക. അതായത് ഇവിടെ അൺലോഡിംഗ് ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അൺലോഡിംഗ് ഡോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് സാധനങ്ങൾ വരാറുണ്ട് അല്ലെ? നമ്മൾ കാണാറുണ്ടോ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സാധനങ്ങളൊക്കെ ഏത് വഴിയാ വരുന്നത്, എവിടെയാ അത് എന്താണ് റിസീവ് ചെയ്യുന്നേ, അല്ലെങ്കിൽ ലോഡ് ചെയ്യുന്നേ, അൺലോഡ് ചെയ്യുന്നത് കാണാറില്ലല്ലോ. അതിന് വേറെ വഴികളും കാര്യങ്ങളും ഒക്കെ ഹോസ്പിറ്റലിൽ ഓൾറെഡി എൻട്രി ചെയ്യാൻ എക്സിറ്റ് പോയിന്റുകളുണ്ട്. ആ ഒരു വഴിയിലൂടെ വരുന്നത് അതായത് അൺലോഡിംഗ് ഏരിയ, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വലിയ വലിയ വാഹനങ്ങൾ വരാറുണ്ട്, അതിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വരാറുണ്ട്, അത് ഇറക്കുന്ന ഏരിയ, അത് തിരിച്ച് റിസീവ് ചെയ്ത് വെക്കുന്ന ഏരിയാസ് ഉണ്ട്. അതുപോലെ മോർഗ് എക്സിറ്റ്, മോർഗ് എന്ന് പറഞ്ഞാൽ എന്താ? മോർഗ് എന്നതിന്റെ മറ്റൊരു പേരാണ് മോർച്ചറി. വെരി ഗുഡ്. മോർച്ചറിയുടെ അല്ലെ? മോർച്ചറിയുടെ എക്സിറ്റ് ഏരിയ, അതുപോലെ ട്രക്ക് വരുന്ന ഗേറ്റുകൾ, വലിയ വലിയ ട്രക്സിന് വരാൻ പറ്റുന്ന ഗേറ്റുകൾ, ഇതിലൂടെയൊന്നും പെഡസ്ട്രിയൻ ട്രാഫിക് അല്ലെങ്കിൽ കാൽനട ഗതാഗതം എന്ത് ചെയ്യുന്നു, നിരോധിച്ചിരിക്കും. ഈ വഴിയൊന്നും നമുക്ക് നടന്നു പോകാൻ പറ്റില്ല. അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പൊ അതിലൂടെ ആ പറയുന്ന ആളുകൾക്ക് മാത്രം, അപ്പൊ ഒരു ട്രക്ക് വരുന്നതാവാം, അത് അതിന് മാത്രം വേണ്ടിയിട്ടുള്ളതാവും. മോർഗ് എക്സിറ്റ് ആവുമ്പോൾ മോർച്ചറിയിൽ നിന്ന് തിരിച്ചു പോകുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാവാം. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഏരിയാസിലൂടെയൊന്നും ഒരു കാൽനട ഗതാഗതം നിയന്ത്രിക്കുക. അപ്പൊ കുറെ ഒരു സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. മൂന്നാമത് കൺട്രോൾ വെഹിക്കിൾ ലൈക്ക് ഡെലിവറി ട്രക്സ് എക്സെട്ര ആൻഡ് ചെക്ക് ഔട്ട് ഗോയിങ് വെഹിക്കിൾ. ഇനി ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന വാഹനങ്ങൾ ചെക്ക് ചെയ്യണം അല്ലെ? ഹോസ്പിറ്റലിലേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും എന്ത് ചെയ്യാറുണ്ട്, അവര് നിരീക്ഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ വലിയ വലിയ വാഹനങ്ങൾ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഉപകരണങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, മോഷണം പോവാം. അപ്പൊ അങ്ങനെ വലിയ വലിയ വരുന്ന വാഹനങ്ങള് എന്തിന് ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നു അല്ലെ? അത് ആ ഗേറ്റിൽ അവിടെ കൃത്യമായിട്ട് സെക്യൂരിറ്റി കാര്യങ്ങൾ നിർത്തിയിട്ടുണ്ടാവും. അവര് പരിശോധിക്കും എന്തിനു വേണ്ടി ഈ ഒരു വാഹനം ഈ ഹോസ്പിറ്റലിൽ ഡെലിവറി ട്രക്സ്, പ്രധാനമായിട്ട് പറയുന്ന സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് വരില്ലേ? നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ്, ഓർഡർ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി വരുന്ന വാഹനങ്ങള് എന്ത് ചെയ്യുന്നു, എന്തിനാ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നു, അവിടെ എന്തിനു വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് ഡെലിവർ ചെയ്തതിന്റെ ആ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്തുണ്ടാവും അല്ലെ? അവർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുള്ളിൽ എന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ, ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ അതിലേക്ക് കഴിച്ചു വിടാൻ പാടുള്ളൂ. അതുപോലെ അവർ തിരിച്ചു പോകുമ്പോഴും ചെക്ക് ചെയ്യണ്ടേ? ഈ വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ ഡെലിവർ ചെയ്ത് അവിടെ കൊടുത്തു, തിരിച്ചെന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? അങ്ങനെ ആ ഒരു വാഹനം തിരിച്ചു പോകുമ്പോഴും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ഇതൊക്കെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അടുത്തത് ഇലക്ട്രോണിക് സർവൈലൻസ് ഓഫ് സ്ട്രാറ്റജിക് ആൻഡ് സെൻസിറ്റീവ് ഏരിയാസ് ത്രൂ CCTV. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു CCTV അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തിന്റെ ഇലക്ട്രോണിക് സർവൈലൻസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള CCTV ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഏരിയാസും മേൽനോട്ടം വഹിക്കുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ നമുക്ക് പിന്നീട് എന്തൊരു ആവശ്യം വന്നാലും ആ CCTVയുടെ സഹായത്തോടു കൂടി അതിലെ വിഷ്വൽസ് കളക്ട് ചെയ്യാവുന്നതാണ് അല്ലെ? അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനകൾ ആവശ്യമായി വരുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് നോക്കി നമ്മൾ CCTV ഘടിപ്പിക്കാറുണ്ട്. Then install locking devices and alarm system. അപ്പൊ നമ്മളെ ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയലുകളോ കാര്യങ്ങളോ മെഡിക്കൽ റെക്കോർഡുകളോ ഡോക്യുമെന്റ്സോ ഒക്കെ ഹോസ്പിറ്റലിൽ വെക്കണമെങ്കിൽ അതൊരു ലോക്കിംഗ് ഡിവൈസുകൾ സ്ഥാപിച്ചാണ് വെക്കുന്നത്. അപ്പൊ ആ ഒരു ഡോക്യുമെന്റ് ബാങ്കിലൊക്കെ സാധനങ്ങളോ ലോക്കേഴ്സ് ഒക്കെ വെക്കാറില്ലേ? അതുപോലെ തന്നെ അങ്ങനെയുള്ള ലോക്കിംഗ് ഡിവൈസുകൾ വെക്കും, അലാം സംവിധാനങ്ങളും അതിൽ ഘടിപ്പിച്ചിരിക്കും. അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ ഒരു ലോക്ക് ഡിവൈസുകളുമായിട്ട് കോൺടാക്റ്റിൽ ആര് വന്നാലും അല്ലെങ്കിൽ അത് തുറക്കാൻ ശ്രമിച്ചാലും ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ഇത്
അലാം അടിക്കും അല്ലെ. ഇപ്പൊ ബാങ്കിലൊക്കെ അങ്ങനെയല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ അലാം സിസ്റ്റം അടിക്കുന്നത്? അവരുടെ മൊബൈലിലേക്ക് എവിടെ നിന്നാലും അവർക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു അലാം സംവിധാനങ്ങളൊക്കെ അടിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇഷ്യൂ വിസിറ്റർ പാസ്, സന്ദർശകർക്ക് പാസ് അനുവദിക്കാറില്ലേ ഹോസ്പിറ്റലുകളില്? പാസ് അനുവദിക്കാറില്ല, പാസ് കൊണ്ടല്ലേ കയറുന്നേ. എന്തിനാ ഒരു പാസ് വെച്ചിരിക്കുന്നേ? എല്ലാവരെയും കയറ്റി വിട്ടൂടെ അല്ലെ? എന്തുകൊണ്ടാ പാസ് വെച്ചിരിക്കുന്നേ? എന്തിനു വേണ്ടിയാ പാസ് വെച്ചിരിക്കുന്നത്? വെറുതെ അവർക്ക് പൈസ, തിരക്ക് കുറയ്ക്കാൻ വേണ്ടിട്ട് അല്ലെ? അതെ, അപ്പൊ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി പേര് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഹോസ്പിറ്റലിൽ അത് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. ആ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി അവർ ചില സമയങ്ങളിൽ നമുക്ക് സമയം തരാറുണ്ട് അല്ലെ. എത്ര പേർക്ക് വേണമെങ്കിലും കാര്യം കാണാനുള്ള ഒരു അവസരം ഒന്നില്ലെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ തരാറുണ്ട് അല്ലെ. അവർ തരാറില്ലേ, നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ആർക്ക് വേണമെങ്കിലും കയറാം. അതേസമയം അല്ലാത്ത സമയത്ത് ഈ പാസ് അനുവദിച്ച് മാത്രമേ കയറാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ആ സമയത്ത് നമ്മുടെ OP ഒക്കെ നടക്കുന്ന സമയങ്ങളാണ് അല്ലെ. ആ സമയത്ത് പേഷ്യൻസ് കൂടുതലും വരുന്ന സമയങ്ങളാണ്, അതൊക്കെ ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇവരും കൂടി വന്നാൽ ഒരുപാട് തിരക്കായി പോകും. അപ്പൊ ആ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിസിറ്റേഴ്സിന് പാസ് അനുവദിക്കുന്നത്. അടുത്തത് പ്രൊസീജിയർ ഫോർ ആൻഡ് കൺട്രോൾ ഓവർ ദ ഇഷ്യൂ കേസ്. ഇപ്പൊ ഒരു ഞാൻ പറയാം, മിസ് പറയും, ഇപ്പൊ കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ബാങ്കിന്റെ ലോക്കറിലേക്ക് അങ്ങനെ എല്ലാവരും അവിടെയുള്ള ജീവനക്കാർക്ക് എല്ലാവർക്കും അങ്ങ് കൊടുക്കോ? ബാങ്കിന്റെ ലോക്കറിന്റെ കീ ഒക്കെ കൊടുക്കോ? എല്ലാ ജീവനക്കാർക്കും ഓരോ കോപ്പി വെച്ച് അങ്ങ് കൊടുക്കോ? ഇല്ല. അതിന് ബന്ധപ്പെട്ട 1 or 2 ആളുകൾക്ക് അല്ലെ, അത്രയും അധികാരമുള്ള 1 or 2 സീനിയർ ആയിട്ടുള്ള സ്റ്റാഫുകളാണ് അത് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ഇവിടെയും അതുപോലെ തന്നെയാണ്. ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിന്റെ കീ വിതരണം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അതിന്റെ നിയന്ത്രണം, ഓതറൈസേഷൻ നെസസറി ടു ഇഷ്യൂ കീസ്. ആർക്കൊക്കെയാണോ അംഗീകാരപ്പെട്ട ആളുകൾ അവർക്ക് മാത്രമേ ഇതിന്റെ കേസ് അല്ലെങ്കിൽ വിതരണം ചെയ്യാൻ പാടുള്ളൂ അല്ലെ. അല്ലാതെ ചെറിയ ഒരു സ്വീപ്പർക്ക് വരെയും ഈ ഒരു കീ കൊടുക്കുകയാണെങ്കിൽ ആരെങ്കിലും എടുത്തിട്ട് പോയാറിയോ? ഇല്ല അല്ലെ. എവിടെയുള്ള ജോലിക്കാർ ആർക്ക് വേണമെങ്കിലും എടുത്തിട്ട് പോകാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അതുകൊണ്ട് വളരെ ആധികാരികമായിട്ടുള്ള ആൾക്ക് മാത്രമേ ഈ കേസ് വിതരണം ചെയ്യാൻ പാടുള്ളൂ. Then lockers and lockable cabinets for staff against personal property theft. അവിടെയുള്ള ജീവനക്കാരുടെ സ്വത്തുക്കള്, അവരുടേതായിട്ടുള്ള ബാങ്ക് കാര്യങ്ങള്, അവരുടേതായിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു പേഴ്സണൽ പ്രോപ്പർട്ടി, വ്യക്തിഗതമായിട്ടുള്ള സാധനങ്ങളുടെ ആ ഒരു മോഷണം തടയുന്നതിന് വേണ്ടി അവർക്ക് ഇതുപോലെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ലോക്കേഴ്സ് അല്ലെങ്കിൽ ലോക്കബിൾ ക്യാബിനറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും അല്ലെ. അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻസിന് ഒരു സേഫ് പ്രൊവൈഡ് ചെയ്യും. കണ്ടിട്ടില്ലേ, ഇപ്പൊ ചെറിയ ഒരു എന്താണ് ഷെൽഫ് പോലെയുള്ളവ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ താക്കോലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, കീയൊക്കെ വെച്ച് നമുക്ക് കൂട്ടിയിട്ടൊക്കെ പോവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങള്, പേഷ്യൻസിന്റെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങള് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. Then secured cabin for cashiers with a panic button. ക്യാഷിയേഴ്സിന്റെ അവിടെ വളരെ സുരക്ഷിതമായിട്ടുള്ള ക്യാബിനുകൾ സ്ഥാപിക്കുക വിത്ത് എ പാനിക് ബട്ടൺ. എന്തിനാ വേണ്ടിയിട്ട് പാനിക് ബട്ടൺ? ഒരു അപകട മുന്നറിയിപ്പ് വന്നാൽ അത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാനിക് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ക്യാഷിയേഴ്സിന് അവിടെ എപ്പോഴും പൈസയും കാര്യങ്ങളുമായിട്ട് കൈകാര്യം ചെയ്യുന്നതായതുകൊണ്ട് ഇനി എന്തെങ്കിലും കേസിൽ അവിടെ എന്തെങ്കിലും അപകടങ്ങൾ നടന്നാൽ അല്ലെങ്കിൽ തോന്നിയാൽ ഉടനെ അവർക്ക് ഈ പാനിക് ബട്ടൺ ഞെക്കാം. അപ്പൊ ആ സമയത്ത് ബന്ധപ്പെട്ട ആളുകൾക്ക് അതിനുള്ള മുന്നറിയിപ്പ് പോവുകയും ഉടനെ ആ ഒരു സ്ഥലത്തേക്ക് ആളുകൾ എത്തുകയും ചെയ്യും. അങ്ങനെ പാനിക് ബട്ടൺ ഉൾപ്പെടുത്തിയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള ക്യാബിനുകള് ക്യാഷിയേഴ്സിന് കൊടുക്കുക. Then last one ആണ് provide roll-up shutters or place strategic places for night time protection. രാത്രി കാലങ്ങളിലെ പ്രൊട്ടക്ഷന് വേണ്ടി പ്രധാനപ്പെട്ട ഇടങ്ങളില് കണ്ടിട്ട് രാത്രിയിൽ ഹോസ്പിറ്റലിൽ നിന്നിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, അവർ ഷട്ടർ ഇടും. കണ്ടിട്ടുണ്ടോ? മെയിൻ ആയിട്ടുള്ള എൻട്രി പോയിന്റിലും അതുപോലെ നമ്മുടെ വാർഡിലോട്ടും റൂമിലേക്കുള്ള ആ ഒരു ഇടങ്ങളിലൊക്കെ അവർ ഷട്ടർ ഇട്ട് ഇത്ര സമയം കഴിഞ്ഞു കഴിഞ്ഞാല് പുറത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. കണ്ടിട്ടുണ്ടോ? വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം അതിനുള്ളിലുള്ളവരെ പുറത്തിറക്കുള്ളൂ. അല്ലാത്ത രീതിയിൽ അവരെന്ത് ചെയ്യുന്നു? റോളപ്പ് ചെയ്ത്, അതായത് ചുരുട്ടി വെക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഷട്ടറുകളോ ഗ്രില്ലുകളോ പകല് നമുക്ക് അത് ചുരുട്ടി വെക്കാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഒരു സൈഡിലേക്ക് വെക്കാനോ ഒക്കെ പറ്റും. രാത്രിയാകുമ്പോൾ അത് എന്ത് ചെയ്യാം? ആ ഒരു പ്രധാനപ്പെട്ട ഇടങ്ങളില് നൈറ്റ് ടൈം പ്രൊട്ടക്ഷന് വേണ്ടി, രാത്രികാല സംരക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു റോളപ്പ് ഷട്ടേഴ്സ് അല്ലെങ്കിൽ ഗ്രിൽസ്
പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആ ഒരു ഹോസ്പിറ്റലിലെ ആ ഒരു തിരക്ക് നിയന്ത്രിക്കാനും അവിടെ പുറത്തു നിന്നുള്ള ആളുകൾ അതിക്രമിച്ച് കയറാതിരിക്കാൻ, അതുപോലെ തന്നെ അവിടെയുള്ള ഗുഡ്സ് ആൻഡ് സാധനങ്ങൾ, ചരക്ക് സാധനങ്ങൾ അനധികൃതമായിട്ട് കടത്തി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള സെക്യൂരിറ്റിയാണ് ഈ പറയുന്നത്. അതിൽ ഒന്നാമത് എന്താ പറഞ്ഞത്, കൃത്യമായിട്ട് ആ ഒരു കൺട്രോൾ, അതെ, ഇന്റേണൽ കൺട്രോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ആ ഒരു കൃത്യമായിട്ട് കൺട്രോൾ ഗേറ്റുകളിലൂടെ ഓരോരുത്തരെയും കടത്തിവിടുക. രണ്ടാമത്തത് പറയുന്നത് ബന്ധപ്പെട്ടിടങ്ങളിലൂടെ മാത്രമേ കാൽനട ഗതാഗതം പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത ഈ പറയുന്ന ഏരിയാസിലൊന്നും എന്താ പെഡസ്ട്രിയൻ ട്രാഫിക്, കാൽനട ഗതാഗതം നിയന്ത്രിക്കുക. അതുപോലെ വരുന്ന ഓരോ ഡെലിവറി ട്രക്കുകളും ചെക്ക് ചെയ്യുകയും തിരിച്ചു പോകുമ്പോഴും ചെക്ക് ചെയ്യണം. പ്രധാനപ്പെട്ട ഇടങ്ങളിൽ CCTV സ്ഥാപിക്കുക, ലോക്ക് ചെയ്ത് ചെയ്യാൻ ലോക്കിംഗ് ഡിവൈസുകൾ സ്ഥാപിക്കുക, അലാം സിസ്റ്റംസ് സ്ഥാപിക്കുക, അതുപോലെ വിസിറ്റേഴ്സിന് പാസുകൾ അനുവദിക്കുക, അതുപോലെ കീസ് ഇഷ്യൂ ചെയ്യേണ്ടത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കണം. ഇനി സ്റ്റാഫുകളുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ലോക്കേഴ്സും ലോക്കബിൾ ക്യാബിനറ്റ്സുകളും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻസിന് വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ അവർക്കും അതിൻ്റെതായ സേഫുകൾ അല്ലെങ്കിൽ ഷെൽഫുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പാനിക് ബട്ടൺ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ക്യാബിൻ ക്യാഷ്യേഴ്സിന് നൽകുക. അതുപോലെ നൈറ്റ് ടൈം പ്രൊട്ടക്ഷന് വേണ്ടി ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ റോൾ ഓഫ് ഷട്ടേഴ്സ് അല്ലെങ്കിൽ ഗ്രിൽസും പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഒരു ഭാഗം. രണ്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്വസ്റ്റ്യൻസ് വരുന്നത് ഇതിൽ വരുന്ന ഇലക്ട്രോണിക് സർവൈലൻസ് CCTV യൂസ് ചെയ്യുന്നു എന്നുള്ളത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഇന്റേണൽ കൺട്രോളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. പിന്നെ ഈ റോൾ ഓഫ് നൈറ്റ് ടൈം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്ട്രാറ്റജിക് പ്ലേസസിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യാറ്, റോൾ ഓഫ് ഷട്ടേഴ്സ് ഗ്രിൽസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. അതുപോലെ ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്, സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഫോർ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റുകൾ കൊടുക്കുന്നത്. ഇൻക്ലൂഡഡ് ആയിട്ട് അല്ലെങ്കിൽ ഓൾ ഓഫ് ദ എബവ് ആയിരിക്കും ആൻസർ. സേഫ് സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുണ്ടാവാം, പേഷ്യൻസ് ഓപ്ഷൻ ഉണ്ടാവാം, വിസിറ്റേഴ്സ് ഓപ്ഷൻ ഉണ്ടാവാം. അങ്ങനെ ഏത് ഓപ്ഷൻ വന്നാലും ഓൾ ഓഫ് ദ എബവ് എന്ന രീതിയിലായിരിക്കും കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും എന്ന രീതിയിൽ. ക്ലിയർ ആണോ? ഓക്കെ. നോട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഈ ഒരു ചാപ്റ്റർ കുറച്ചും കൂടി ഉള്ളു കേട്ടോ. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. താങ്ക് യു.